ഈ കുട്ടികൾക്ക് ഓരോ ഓർമ്മയില്ല. ഇവര് സ്കൂളിലേക്ക് പോകുന്ന വഴി കണ്ടിട്ടില്ല. ഇതൊരു വലിയ അപകടമാണെന്ന് നോക്കിക്കോളൂ. ഈ കുട്ടികൾ സ്കൂളിൽ പോകുന്ന വഴി കണ്ടിട്ടില്ല. ഈ കുട്ടികൾ മഷിത്തണ്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ സ്ലേറ്റ് പറിച്ചത് കണ്ടിട്ടില്ല. ഈ കുട്ടികൾ സ്കൂളിൽ ടീച്ചറിനെ അടിയും കൊണ്ടിട്ടില്ല. ഈ കുട്ടികൾ വെറും ഇറച്ചിക്കോടികളെ മാതിരി വളർത്തുന്ന കുട്ടികളാണ്. ഞാൻ വെറുതെ വേണല്ലോ, എന്തുകൊണ്ടെന്ന് അറിയോ? ഇപ്പോഴത്തെ കുട്ടികൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആത്മഹത്യ ചെയ്യും. 10ാം ക്ലാസ്സിൽ ഇല്ല, ആത്മഹത്യ ചെയ്തു. മൊബൈൽ ചോദിച്ചിട്ട് വാപ്പ കൊടുത്തില്ല, ആത്മഹത്യ ചെയ്തു. എന്തുകൊണ്ട്? ഇവര് ജീവിതത്തിൽ പ്രതിരോധിക്കാൻ പഠിച്ചിട്ടില്ലെന്നേ. നമ്മൾ പണ്ടുകാലത്ത് സ്കൂൾ വിട്ട് വന്നിട്ട് കണ്ടത്തിൽ പോയി വയലിൽ പോയിട്ട് കളിക്കും, ഉള്ളത് വെച്ചിട്ട്. ആ വയലിൽ വെച്ച് നമ്മൾ കളിച്ചിട്ട് ആദ്യത്തെ കളി തോക്കുമ്പോ നമ്മളെ കളിയാക്കും. നമ്മളെല്ലാം കൂടെ കൂടിയിട്ട് പറയും അടുത്തതിന് കാണാടാന്ന്. തോക്കൂല നമ്മള്. അടുത്തതിനെല്ലാം കൂടെ കളി തിരിച്ചു പിടിക്കാൻ കള്ളക്കളിയും കള്ളക്കണക്കും പറഞ്ഞ് എങ്ങനെയും ഒക്കെ അടിയും പിടിയും തള്ളലും ചെളിയൊക്കെ ആയിട്ട് അത് ജയിക്കും. അപ്പൊ മറ്റവന് വാശിയായി. അപ്പൊ പറഞ്ഞു, അപ്പൊ മകരന് വാങ്ങി വിളിക്കാൻ സമയം 10 മിനിറ്റേ ഉള്ളൂ. അപ്പൊ പറയും 4 ഓവർ ഒരു കളിയും കൂടെ. ഇത് ജയിച്ചാല് ആ 4 ഓവർ ഒരു മരണക്കളിയാ. എങ്ങനെയും ജയിക്കാനുള്ള കളി അതിലൊരുത്തം നോക്കും. അപ്പോഴും നമ്മള് തലകുനിച്ചു പോകുമ്പോ പറയും നാളെ കാണാം. നമ്മൾ പരാജയപ്പെടുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടില്ല. ഇവർക്ക് കളിയിടങ്ങളില്ല. ഇവര് രാത്രിയിൽ ഡാർക്ക് റൂമിൽ കയറി ഇരുന്നിട്ട് ഇവരുടെ നഖത്തിന്റെ 4-1 വലിപ്പമില്ലാത്തൊരു ചിപ്പിൽ കളിച്ചിട്ട് തോറ്റുപോയാൽ ഇവർ ആത്മഹത്യ ചെയ്യും. കാരണം ഇവര് ജീവിതം പഠിച്ചിട്ടില്ല. ഇവര് മണ്ണിനെ മട പറഞ്ഞിട്ടില്ല. ഇവര് ദാരിദ്ര്യം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. ഇവര് വാപ്പാടെ ജീവിതം കണ്ടിട്ടില്ല. നമ്മൾ വാപ്പാടെ ജീവിതം കണ്ടിട്ടുണ്ട്. വാപ്പ വയലിൽ പോയിട്ട് സന്ധ്യയാകുമ്പോ മണ്ണ്, ആ വാപ്പാടെ അധ്വാനത്തിന്റെ മണ്ണുള്ള തോർത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ തോർത്തുമായിട്ട് വന്ന വാപ്പാക്ക് വെള്ളം ചൂടുകൊണ്ട് താഴെ കൊതുമ്പും കോഞ്ഞാട്ടയും ചിരട്ടയും വെച്ച് ഉമ്മ ഊതി ഊതി വാപ്പാക്ക് കുളിക്കാനുള്ള വെള്ളം ചൂടാക്കി വെച്ചിട്ട് ഉമ്മ കിണറിന്റെ കരയിൽ വാപ്പ വരുന്നത് കാത്തിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ന് ഹീറ്റർ ഇടാൻ പറഞ്ഞാൽ പറയും നിങ്ങളുടെ അടിമയാവാനല്ല എന്റെ വാപ്പാനെ പറഞ്ഞിട്ട്. വാപ്പാടെ കഷ്ടപ്പാട്. ഈ വാപ്പായും ഉമ്മായും ജീവിക്കുന്നത് കണ്ടിട്ടാണ് നമ്മൾ വളർന്നത്. അതുകൊണ്ട് നമുക്ക് ജീവിതം അറിയാം. ഈ കുട്ടികളെ മുഴുവനും നമ്മള് ഈ ചെറിയ www.com വളർത്തുന്ന കുട്ടികൾ ജീവിതത്തിൽ തളർന്നു പോകും. കാരണം ഇവര് കഷ്ടപ്പാട് അറിഞ്ഞിട്ടില്ല, ഇവര് ജീവിതം അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് കുട്ടികളെ അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ആ കാലം വല്ലാത്തൊരു കാലമായിരുന്നു. ആ ഒരു വല്ലാത്ത കാലം, ആ കാലം അറിയുന്ന കുട്ടികൾ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോവില്ല. അള്ളാഹു നമുക്ക് ജീവിതം പഠിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ.